Hi students, welcome to class Aura. നമ്മൾ ഇന്ന് റിലേഷൻ ഫംഗ്ഷൻ എന്നതിനകത്ത് ട്രാൻസിറ്റീവ് എന്ന കൺസെപ്റ്റ് ആണ് പറയുന്നത്. എന്താണ് ട്രാൻസിറ്റീവ്? നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ? എ ബി ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബിക്ക് സി എന്ന് പറയുന്ന കോർഡിനേറ്റുമായിട്ട് റിലേഷൻ ഉണ്ട്. ബി സി ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? എ സി ബിലോങ്സ് ടു എന്തായിരിക്കും? ആർ ആയിരിക്കും. ഇതാണ് ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു രണ്ട് വ്യക്തികൾ എടുക്കും. എ എന്ന് പറയുന്ന വ്യക്തി, ദെൻ അനദർ ആണ് ബി എന്ന് പറഞ്ഞ ഒരാൾ. ഇപ്പൊ അനദർ ഇത് സി എന്ന് പറഞ്ഞ വ്യക്തി. ഇപ്പൊ എയുടെ ബ്രദർ ആണ് ബി എങ്കിൽ, ബിയുടെ ബ്രദർ ആണ് സി എങ്കിൽ എന്തായിരിക്കും? ഈ എയുടെ ബ്രദർ ആയിരിക്കും സി. ഇതാണ് ട്രാൻസിറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. എന്താണ്? എയുടെ ബ്രദർ ആണ് ബി, ബിയുടെ ബ്രദർ ആണ് എന്ത്? സി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും? എയുടെ ബ്രദർ ആയിരിക്കും എന്ത്? സി എന്ന് പറയുന്നത്. ഇതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1 2 3 ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് 1 2 എടുത്തു, 2 3 വന്നു, ദെൻ 1 3 ആണ്. ഈ ആർ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ എന്താ അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ 1 2 ബിലോങ്സ് ടു ആർ ആണ്. ദെൻ അടുത്ത എന്താണ്? ഈ 2വിന് 3യുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് 2 3 ബിലോങ്സ് ടു ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം? ഇവിടെ 1 3 വേണം. അപ്പൊ 1 3 ബിലോങ്സ് ടു ആർ ആയിരിക്കും. കറക്റ്റ് ആണ്. 1 3 ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ 1 2 ഉണ്ട്, 2വിന് 3യുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് 1ന് 3യുമായിട്ട് കണക്ഷൻ വന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിലേഷൻ ആർ എന്താ പറയുന്നത്? ട്രാൻസിറ്റീവ് ആണ്. Therefore R is transitive. അപ്പൊ അവിടെ അതിന്റെ റീസൺ എന്താ? ദാറ്റ് ഈസ് എ ബി ബിലോങ്സ് ടു ആർ ആണ്, ബി സി ബിലോങ്സ് ടു ആർ ആണ്, ദെൻ എ സി ബിലോങ്സ് ടു ആർ ആണ്. അപ്പൊ നമുക്ക് ഈ റിലേഷൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ദെൻ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആർ എന്ന് പറയുന്നത് നമ്മൾ എഴുതി 1 2 ഉണ്ട്, 2 3 ഉണ്ട്, 1 1 ഉണ്ട്, 2 2 ഉണ്ട്. ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ് നോക്കണം. ഇവിടെ നമുക്ക് 1 2 ഉണ്ട്, 1ന് 2ന് 3 ആയിട്ടുണ്ട്. അപ്പൊ ഈ റിലേഷൻ നോക്കുക. 1 2 ബിലോങ്സ് ടു ആർ ആണ്, ദെൻ ഈ 2 3 ബിലോങ്സ് ടു ആർ ആണ്. ഇവിടെ എന്താ മക്കളെ? ഈ 1 3 അതിനകത്ത് ഉണ്ടോന്ന് നോക്കിയേ. 1 3 ഇവിടെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ്? 1 3 ബട്ട് 1 3 എന്താണ്? ബട്ട് 1 3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ. 1 3 എന്ന് പറയുന്നത് ആറിനകത്ത റിലേഷനേ അല്ല, ആറിനകത്ത കോർഡിനേറ്റേ അല്ല. അപ്പൊ ഈ 1 3 ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ എന്ന് പറയുന്നത് നോട്ട് ട്രാൻസിറ്റീവ് ആണ്. ആർ നോട്ട് ട്രാൻസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് എ ബി ബിലോങ്സ് ടു ആർ ആണ്, ദെൻ ബി സി ബിലോങ്സ് ടു ആർ ആണ്. ബട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ സി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. എ ബിയും ബിലോങ്സ് ടു ആർ ആണ്, ബി സിയും ബിലോങ്സ് ടു ആർ ആണ്. പക്ഷെ എന്താണ്? എ സി ഡസ് നോട്ട് ബിലോങ്സ് ടു ആർ ആണ്. എ സി അവിടെ ഇല്ല. അപ്പൊ therefore എന്ത് പറയാൻ പറ്റും? therefore ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ നമുക്കൊരു റിലേഷൻ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ ഏത് കണ്ടീഷൻ വേണം? എ ബി ഉണ്ടെങ്കിൽ ബി സി വേണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഏത് വേണം? എ സി കൂടി വേണം. അങ്ങനെ എ സി കൂടി വന്നാൽ മാത്രമേ ഈ റിലേഷൻ എന്താവുകയുള്ളൂ? ട്രാൻസിറ്റീവ് ആവുകയുള്ളൂ. ക്ലിയർ ആയല്ലോ?